നമസ്കാരം. കേരളം, ബംഗാൾ, തമിഴ്നാട് ഉൾപ്പെടെ സംസ്ഥാനങ്ങളുടെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പെട്രോൾ, ഡീസൽ വിലയും LPG വിലയും ഉയർത്തുമെന്ന് സൂചനകളുണ്ടായിരുന്നു. വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപയാണ് എണ്ണ കമ്പനികൾ കൂട്ടിയത്. LPGയുടെ ചരിത്രത്തിലാദ്യമായാണ് ഈ രീതിയിലുള്ള വില വർധനവ്. ഇപ്പോൾ സിലിണ്ടർ വില 3000 കടന്നിരിക്കുകയാണ്. ഇന്ധനവില ഒഴിവാക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. വാണിജ്യ സിലിണ്ടർ വില കുത്തനെ കൂട്ടിയപ്പോൾ ഗാർഹിക സിലിണ്ടറിൽ വർധനവ് വരുത്തിയിട്ടില്ല. ഗാർഹിക സിലിണ്ടറുകളുടെ വില നിലവിൽ 1000-ൽ താഴെ മാത്രമാണ്. ഇതുകൂടി വർദ്ധിപ്പിച്ചാൽ അടുക്കളയിലും പ്രതിസന്ധി മൂർച്ഛിക്കും. ഇപ്പോൾ കേരളത്തിൽ തന്നെ പല വിലകളാണ് LPGയിലുള്ളത്. കേരളത്തിൽ വാണിജ്യ സിലിണ്ടർ വില 3000 കടന്നു. കൊച്ചിയിൽ 3055 രൂപയാണ് നിലവിലെ വില. തിരുവനന്തപുരത്ത് 3106 രൂപ, കോഴിക്കോട് 3117 രൂപയും. വില വർധനവ് ഹോട്ടൽ വ്യവസായ മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാഴ്ത്തും. ഇപ്പോൾ തന്നെ വാണിജ്യ സിലിണ്ടറുകൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. സിലിണ്ടർ വില കുത്തനെ കൂട്ടിയതോടെ ഭക്ഷണ സാധനങ്ങൾക്കും ഇനി വില വർദ്ധിക്കും. തട്ടുകടകൾ നിലവിൽ പ്രതിസന്ധിയിലാണ്. വാണിജ്യ സിലിണ്ടർ ലഭ്യമാകാത്തതു തന്നെയാണ് പ്രശ്നം. കേരളത്തിലെ പല തട്ടുകടകളും ആഴ്ചകളായി അടഞ്ഞുകിടക്കുകയാണ്. നിലവിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾക്കും ഈ വില വർധനവ് താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇവരും ഭക്ഷണവില ഉയർത്താനാണ് സാധ്യത. ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന അതിഥി തൊഴിലാളികൾ ഇതേവരെ വോട്ട് കഴിഞ്ഞ് മടങ്ങിയെത്തിയിട്ടില്ല. ഇത് കാരണം തൊഴിലാളികളുടെ ക്ഷാമവും രൂക്ഷമാണ്. ഇതിനിടയിലാണ് ഇടുത്തി പോലെ വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കുത്തനെ കൂട്ടിയത്. ഏപ്രിൽ 1-നാണ് വാണിജ്യ സിലിണ്ടർ നിരക്കിൽ 200 രൂപയോളം വർധനവ് വരുത്തിയത്. ഫെബ്രുവരി 1-ന് വാണിജ്യ സിലിണ്ടറിന് വീണ്ടും 49 രൂപ കൂട്ടിയിരുന്നു. ജനുവരി 1-നും വീണ്ടും വില കൂട്ടി. ഇക്കുറി 111 രൂപയാണ് കൂട്ടിയത്. മാർച്ച് മാസത്തിൽ വീണ്ടും വില വർധനവ് നിലവിൽ വന്നു. എന്നാൽ മെയ് മാസത്തിൽ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് വില കുത്തനെ കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്.